നിങ്ങളുടെ കാൽച്ചുവട്ടിലെ കരിയിലകൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി നടക്കുന്ന ആ നാട്ടുവഴിയിലെ പുൽക്കൂട്ടത്തിൽ വെറും 3 അടി മാത്രം വലിപ്പമുള്ളൊരു കൊലയാഴി ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അതും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണത്. അതെന്തായാലും ഉറപ്പാണ്. അതെ, ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം തോന്നും. നിങ്ങൾക്കായി തയ്യാറാക്കിയ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് വളരെ ചെറിയൊരു രേഖയാണ്. അതായത് വെനം ആൻഡ് വെയ്പർ, ദി പ്രൊഫൈൽ ഓഫ് റസൽസ് വൈപ്പർ, അഥവാ വിഷവും ബാഷ്പവും റസൽസ് വൈപ്പറിന്റെ വിവരണം എന്ന പേരിലുള്ള ഒരു ചെറിയ കുറിപ്പ്. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, റസൽസ് വൈപ്പർ. നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയാം, അല്ലേ? അപ്പോ ഒരു പാമ്പിനെ ശരിക്കും ഇത്ര മാരകമാക്കുന്നത് എന്തായിരിക്കും? അതിന്റെ വലിപ്പമാണോ, അതോ അതിന്റെ വേഗതയോ? ചിലപ്പോ അതൊന്നും അല്ലായിരിക്കും. എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ശരി, അപ്പോ ഇതാ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആളെ ഇതാണ്, റസൽസ് വൈപ്പർ. നമ്മളെല്ലാവരും അണലി എന്ന് വിളിക്കുന്ന പാമ്പ് തന്നെ. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഡേബോയ റസ്സലി. ഇതിന്റെ നീളം കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. വെറും 3-5 അടി മാത്രം. കണ്ടോ? അത്ര ഭീമാകാരനൊന്നുമല്ല. പക്ഷേ ഈ ഒരു കണക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, കാരണം കുറച്ചു കഴിയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഇവയെ എവിടെയാണ് കാണുന്നത് എന്നല്ലേ? പ്രധാനമായും ദക്ഷിണേഷ്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ. ഗ്രാമങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഇവയെ സാധാരണയായി കാണാറുണ്ട്. അതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ മനുഷ്യരുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകാൻ സാധ്യതയുള്ള പാമ്പുകളിൽ ഒന്നാണിത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്കതിന്റെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യത്തിലേക്ക് പോവാം. അതായത് അതിന്റെ ഒരു സിഗ്നേച്ചർ വാർണിംഗ് സൗണ്ട്. അണലിയുടെ ചീറ്റൽ, അത് കേട്ടിട്ടുള്ളവർക്കറിയാം. ഒരു പ്രഷർ കുക്കർ തുറന്നു വിടുന്ന പോലെ ചെവി തുളയ്ക്കുന്ന ഒരു ശബ്ദമാണത്. സത്യം പറഞ്ഞ അതൊരു മുന്നറിയിപ്പാണ്. അവഗണിക്കാൻ പാടില്ലാത്ത ഒരു അവസാന മുന്നറിയിപ്പ്. പക്ഷേ ആ മുന്നറിയിപ്പ് നമ്മൾ കേട്ടില്ലെന്ന് വെച്ചാലോ? അപ്പ എന്തു സംഭവിക്കും? അപ്പോഴാണ് അണലിയുടെ യഥാർത്ഥവും ഏറ്റവും മാരകവുമായ ആയുധം പുറത്തുവരുന്നത്, അതിന്റെ വിഷം. എന്താണ് ആ വിഷത്തിന്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. ഇതിന്റെ വിഷത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, ഹീമോടോക്സിക്. പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ ഇത് നേരെ നമ്മുടെ രക്തകോശങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിനെ നശിപ്പിച്ചു കഴിയും. ഫലമോ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ ആകെ താറുമാറാകും. അപ്പൊ കടിയേറ്റാൽ എന്താണ് സംഭവിക്കുക? വിഷം ശരീരത്തിലേക്ക് കേറുന്നു, രക്തകോശങ്ങൾ നശിക്കാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന, നീര്, രക്തസ്രാവം ഒക്കെ തുടങ്ങും. പക്ഷെ പ്രശ്നം അവിടെ തീരുന്നില്ല. ഉള്ളിൽ രക്തസ്രാവമുണ്ടാവാം, കിഡ്നി വരെ പണിമുടക്കാം. ഓക്കെ, വിഷം ഭയങ്കരാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പാമ്പിന് ഇത്രയും വലിയൊരു പേരുദോഷം? അതിന്റെ യഥാർത്ഥ ഇമ്പാക്റ്റ് എന്താണ്? നമുക്കതൊന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം സംസാരിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഇതിന്റെ വലിപ്പം. അതെ, വെറും 3-5 അടി. പക്ഷെ ആ ചെറിയ വലിപ്പം കണ്ടിട്ട് ഇതിനെ വിലക്കുറിച്ച് കാണരുത്. കാരണം ഇന്ത്യയിലെ ബിഗ് 4 എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിലെ ഒരംഗമാണ് ഈ പാമ്പ്. എന്താണ് ഈ ബിഗ് 4 എന്നല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന 4 പാമ്പുകൾ. അതിലൊന്നാണ് ഈ അണലി. അപ്പൊ ആരൊക്കെയാണ് ഈ ബിഗ് 4 ടീമിലുള്ളത്? ഒന്ന് വെള്ളിക്കെട്ടൻ, പിന്നെ ഇന്ത്യൻ മൂർഖൻ, ചുരുട്ടമണ്ഡലി, 4ാമതായിട്ട് നമ്മുടെ ഈ അണലിയും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാമ്പുകടി മരണങ്ങളുടെ കണക്കെടുത്താൽ ഈ 4 പേരാണ് പ്രധാന വില്ലന്മാർ. ശരി, അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് കാര്യങ്ങൾ ചുരുക്കി പറയാം. ശാസ്ത്രീയ നാമം ഡബോയ റസ്ലി. നീളം ഓർമ്മയുണ്ടല്ലോ, വെറും 3-5 അടി. കാണുന്നത് ദക്ഷിണേഷ്യയില്. ഏറ്റവും വലിയ ആയുധം ഹീമോടോക്സിക് വിഷമാണ്. പിന്നെ ആരും മറക്കാത്ത ആ ഉച്ചത്തിലുള്ള ചീറ്റലും. ഇതാണ് റസൽസ് വൈപ്പറിന്റെ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ. ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ടല്ലേ? ഒരു പാമ്പിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? അതിന്റെ വിഷമാണോ, അതോ അതിന്റെ പേര് കേൾക്കുമ്പോഴുള്ള നമ്മുടെ ഭയമാണോ? റസൽസ് വൈപ്പറിന്റെ കാര്യമെടുത്താൽ ഉത്തരം ഒരുപക്ഷെ രണ്ടും ചേർന്നതാണെന്ന് പറയേണ്ടി വരും.